ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൈജി ദ അൾട്ടിമേറ്റ് സർവൈവർ എന്ന് പറഞ്ഞ ഒരു ആനിമിനെ കുറിച്ചാണ്. ഈ ആനിമ നമുക്ക് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പഠിപ്പിക്കും. ഗ്രീഡ്, ബിട്രയൽ, റിലേഷൻഷിപ്പ്, മണി, ഇതിനെ കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ കൈജി ദ അൾട്ടിമേറ്റ് സർവൈവർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രൊസീഡ് ചെയ്യാം. നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. എനിവേസ്, ലെറ്റ്സ് പ്രൊസീഡ്. കൈജി ദ അൾട്ടിമേറ്റ് സർവൈവർ ഒരു അടിപൊളി ആനിമാണ്. അത് സെറ്റ് ചെയ്യുന്നത് മോഡേൺ ഡേ ജപ്പാനിലാണ്. നിലവിലുള്ള ജപ്പാൻ ഭയങ്കര ക്യാപിറ്റലിസ്റ്റിക് ആണ്, ഭയങ്കര ഹൈപ്പർ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതുകൊണ്ട് ഈ ആനിമിന് അങ്ങനത്തെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. മീൻസ് കറന്റ് ജപ്പാന്റെ പ്രോപ്പർട്ടീസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമിന്റെ ഉദ്ദേശം മീൻസ് ഈ ആനിമ റിഫ്ലക്ട് ചെയ്യുന്നത് കറന്റ് ജപ്പാന്റെ അവസ്ഥകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ മോഡേൺ ക്യാപിറ്റലിസ്റ്റിന്റെ അവസ്ഥകളെ കുറിച്ചാണ്. ആ ക്യാപിറ്റലിസ്റ്റ് ജീവിക്കണം അല്ലെങ്കിൽ ആ എക്കണോമിക് സിസ്റ്റത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെയാണ് ആൾക്കാർ അതിൽ പറയുന്നത്. മീൻസ് കൈജി ദ അൾട്ടിമേറ്റ് സർവൈവറിൽ കൈജി എന്ന് പറഞ്ഞ ഒരു ചെക്കൻ, മീൻസ് സ്കൂളിൽ പോവാത്ത അല്ലെങ്കിൽ സ്കൂളിൽ പോവാണെങ്കിൽ തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് കള്ളും കുടിച്ച് ഗാംബിൾ ചെയ്ത് കിടക്കുന്ന ഒരു ചെക്കനാണ്. ആ ചെക്കന്റെ കഥയാണ് കൈജി ദ അൾട്ടിമേറ്റ് സർവൈവർ. മീൻസ് ഗാംബിൾ ചെയ്തിട്ട് കാശ് പൊട്ടിച്ചതിന്റെ വിഷമം കൊണ്ട് ആള് ഫ്രസ്ട്രേഷൻ തീർക്കണത് വല്ലവരുടെ കാരണമുള്ള അവരുടെ കാറിന്റെ പാർട്സ്, മീൻസ് കാർ പാർട്സ് മുന്നേ കട്ടെടുത്തിട്ട് ആള് കവറിലാക്കിയിട്ട് ആളുടെ വീട്ടില് ഒരു ഷെൽഫിൽ കൊണ്ടുവയ്ക്കും. ഇതാണ് ആള് ചെയ്യുക ആളുടെ ജീവിതത്തിൽ മുഴുവൻ. ഇതുവരെ കണ്ടതിലില്ല. പക്ഷെ ഇത് ജീവിതം പെട്ടെന്ന് മാറും ആളുടെ. കൈജി ദ അൾട്ടിമേറ്റ് സർവൈവറിൽ കൈജിയുടെ ജീവിതം പെട്ടെന്ന് മാറും. മീൻസ് പെട്ടെന്ന് മാറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ആളുടെ കഥ തുടരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും തുടർന്ന് ഇങ്ങനെയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഒരു ലോൺ ഷാർക്ക് ആളെ തേടി വരാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കൂട്ടുകാരൻ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണില് എത്ര $3 million വരെയാണ് തിരിച്ചടക്കേണ്ടത്. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈജീനിയും കൊണ്ട് ഒപ്പിടിപ്പിച്ചു. മീൻസ് കോസൈനി ആക്കിയിരുന്നു കൂട്ടുകാരൻ. പക്ഷെ കൂട്ടുകാരൻ ഡിസപ്പിയർ ചെയ്തു, വാനിഷ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഫുൾ ചുമതല കൈജിക്കാണ് ഈ ലോൺ അടക്കേണ്ടത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ലോൺ ഷാർക്ക് വരുന്നത്. മനസ്സിലായത്? അറ്റ് ഫസ്റ്റ് ലോൺ ഷാർക്ക് ഇയാൾ തേടി വരുമ്പോ ഇയാൾക്ക് ഇത് അറിയണ്ടായില്ല ഓബിയസ്ലി. ഈ ലോൺ ഷാർക്ക് ആളെ കണ്ടുകൂട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ റൂം കണ്ടെത്തും. റൂമിൽ പോയിട്ട് ആളുടെ ഡോറിന്റെ മുകളിൽ വേണ്ടി നോക്ക് ചെയ്യും. അപ്പൊ കൈജി തുറക്കും. അപ്പൊ ആരാണ് ഇയാളെന്ന് ആൾക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതാ മനുഷ്യൻ ആൾക്ക് പിടിയിട്ടില്ല. പിന്നീട് ആ വ്യക്തി പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ട് അടിക്ക് പോയപ്പോ ആളുടെ കാറിന്റെ ടയറിന്റെ ടയർ പോയി കിടക്കണം, പൊട്ടി കിടക്കണം. പിന്നെ കാറിന്റെ മുകളിൽ ഒരു പാട്ട് മിസ്സിങ്. പിന്നീട് ആൾ തിരിച്ച് കൈജി റൂമിൽ കയറി വന്നിട്ട് അവിടെ ഇരിക്കുമ്പോ ആൾക്ക് പിടികിട്ടി ഇത് കൈജിയാണ്, ആളുടെ ഉള്ളിലുണ്ട്. കൈജി അറിയാണ്ട് ആളുടെ വായ വരാത്ത കാര്യങ്ങളൊക്കെ കൈജി പറയും. അപ്പൊ കൈജി പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലായി കൈജിയാണ്. ആൾക്ക് മുമ്പേ തന്നെ മനസ്സിലായി കൈജിയാണ്. എനിവേസ്, കൈജിയോട് ആള് പിന്നീട് ആളെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, കൂട്ടുകാരൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പൊ കൈജി ഞെട്ടിപ്പോവും. കൈജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൈജി എന്ന് പറഞ്ഞ അക്കാഡമിക് ഫെയിലിയർ, മീൻസ് എല്ലാ രീതിയിലും ഫെയിലിയർ ആണ് കൈജി. സൊസൈറ്റി ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് തള്ളി വിട്ട ഒരു വ്യക്തിയാണ് കൈജി. അത് നിങ്ങൾ മനസ്സിലാക്കണം. കൈജി പിന്നീട് ആലോചിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന്, മീൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന്. അപ്പൊ ആള് പറയും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. പാർട്ട് ടൈം ജോലി എടുത്തിട്ടോ ജോബ് എടുത്തിട്ടൊന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇപ്പൊ എക്സലന്റ് ആണെന്ന് നോക്കി, സ്റ്റുഡന്റ് ആണെന്ന് നോക്കി, എല്ലാ വിഷയത്തിനും നല്ല സ്കോർ, മീൻസ് ടോപ്പ് സ്കോർ, ഒരു മാർക്ക് പോലും പോയിട്ടില്ല. എന്നിട്ട് നീ ഒരു വലിയ കമ്പനി കയറാണ്, ബോസിനെ പ്ലീസ് ചെയ്യാണ്. 38 വയസ്സിൽ വെയിറ്റ് ചെയ്താൽ വരെ നിനക്ക് ഈ ലോൺ അടച്ച് തീർക്കാൻ പറ്റില്ല. മീൻസ് ചിലപ്പോൾ തീർക്കാം, പക്ഷെ അതാണ് നിന്റെ പാറ് തീർക്കണമെങ്കിൽ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, നല്ല കമ്പനി കയറണം, ബോസിനെ പ്ലീസ് ചെയ്യണം, എന്നിട്ട് 13 വർഷം വർക്ക് ചെയ്യണം, 15 അത്ര വർഷം. കൈജിക്ക് മനസ്സിലായിരുന്നു പറ്റില്ല. കാരണം കൈജിക്ക് ടോപ്പ് സ്കോറിൽ പോയിട്ട് ഒരു സാധാരണ സ്കോർ ആവറേജ് സ്റ്റുഡന്റ് പോലെയല്ല കൈജി. മനസ്സിലായി? കൈജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൈജിക്ക് മനസ്സിലായി ഇയാള് പറയുന്ന കാര്യങ്ങൾ കൈജി ചെയ്യണം എന്ന്. മനസ്സിലായി? അപ്പൊ ഇയാളെ പറയുന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു നല്ല ഓഫർ പറയാം. നീ ഒരു ടൂർണമെന്റിന് പോകണം, വെച്ചിട്ടുണ്ടെങ്കിൽ ഗാംബ്ലിംഗ് ടൂർണമെന്റിന്. അതിൽ പോയി നീ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ചാൻസ് ഉണ്ട് ഇത് അടച്ചു തീർക്കാൻ. അപ്പൊ ആള് വിജയിക്കും, ആളാലോചിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 മിനിറ്റിന് ആലോചിക്കും. അപ്പൊ ആള് ചെയ്യും ഇതിന് പോണ്ടേന്നൊക്കെ. അപ്പൊ ഇയാൾക്കൊരു കോള് വരും. അപ്പൊ ഈ കോള് വരുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കോൾ എടുത്തിട്ട് ഇങ്ങനെ പറയും, അയ്യോ ടിക്കറ്റ് കഴിഞ്ഞാ നീ ഒരു ടിക്കറ്റും കൂടി ഉള്ളൂ, ഓക്കെ പറഞ്ഞിട്ട് വെക്കും. എന്നിട്ട് വീണ്ടും കൈജിയോട് പറയും ഒരു ടിക്കറ്റും കൂടി ഉള്ളൂ കേട്ടാ. അപ്പൊ കൈജി ആലോചിക്കും വേണോ, ഒരു ഹെസിറ്റൻസി ഉണ്ടോ. അപ്പൊ വീണ്ടും ഒരു കോള് വരും. അവള് വീണ്ടും ഫോൺ എടുക്കും. എന്നിട്ട് പറയാം എല്ലാ ടിക്കറ്റും കഴിഞ്ഞു. അപ്പൊ പറയും എനിക്ക് വേണം, എനിക്ക് പോകണം എന്ന് പറയും കൈജി. ആള് വീണ്ടും വിളിച്ചിട്ട് പറയും ഓക്കെ ടിക്കറ്റ്. ഇതൊക്കെ ആളുടെ പ്ലോയാണ്, ഒരു ഫാർസാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അയാൾ ഉണ്ടാക്കുന്ന ഒരു പ്ലോയാണ്, അയാളുടെ ഒരു ഡ്രാമയാണ്. ഇതുമാണ് ഇയാളെ ഗെയിമിലേക്ക് കയറ്റാൻ. അപ്പൊ കൈജി അക്സെപ്റ്റ് ചെയ്യും. കൈജി പറഞ്ഞ നൈവ് ചെക്കനാണ്, ഇന്നസെന്റ് ചെക്കനാണ് കൈജി. ഓരോ സുഹൃത്തിനൊക്കെ പോയി വിശ്വസിച്ചിട്ടാണ് ഈ അവസ്ഥയിൽ എത്തിയാള് ഫസ്റ്റ് തന്നെ. അത് കൈജിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും വീണ്ടും വിശ്വസിക്കുകയാണ്.
എന്നിട്ട് ഈ ഗാംബ്ലിംഗ് ടൂർണമെന്റിൽ പോവും, ലൈഫ് ഓർ ഡെത്ത് ഗാംബ്ലിംഗ് ടൂർണമെന്റിൽ. ഇത് കൈജി വിജയിക്കും. അവിടെ കൈജി ഈ കൂട്ടുകാരനെ കണ്ടു മുട്ടും, ഈ സെയിം കൂട്ടുകാരൻ അവിടെ കളിച്ചത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈജി വീണ്ടും ഈ വ്യക്തിയെ രക്ഷപ്പെടുത്തി കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈജിയുടെ ജീവൻ സാക്രിഫൈസ് ചെയ്തിട്ട്, മീൻസ് ഒരു പെറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളും സൈജിയുടെ കൂട്ടുകാരൻ വേറൊരു വ്യക്തി ഉണ്ടായി അവിടെ കണ്ടുമുട്ടിയത്. ആൾക്കും വലിയ ഹോപ്പൊന്നും ഇല്ല, ആൾ തോറ്റെടുക്കുന്ന വ്യക്തിയായിരുന്നു. ഈ ഇവര് മൂന്നുപേരും കൂടിയിട്ടാണ് ടൂർണമെന്റ് ജയിക്കുക. മീൻസ് വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, 50% അപ്പൊ 50% വിജയിച്ച 50% മരണത്തേക്ക് പോയി, അല്ലെങ്കിൽ ലൈഫ് ഓർ ഡെത്ത് ആണ്. അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ പണിയെടുപ്പിക്കും മരണം വരെ, സ്ലേവിന്റെ പോലെ. കൈജിക്ക് എന്നാലും ഒരു ലാസ്റ്റ് ഹോപ്പ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൈജി ആ ഹോപ്പ് ഫ്രണ്ട്സിന്റെ മുകളിൽ സാക്രിഫൈസ് ചെയ്ത, മനസ്സിലായി, ആ ഗെയിം വിജയിക്കാനുള്ള ഹോപ്പ്. പക്ഷെ കൈജിനെ പിടിച്ചവർ ജയിലിലിടും, ഒരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ജയില. എന്നുവെച്ചാൽ എന്റെ പുറത്താരെ കൂട്ടുകാരൊക്കെ കാണും. ഈ കൂട്ടുകാരെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടുകാർക്ക് വേണമെങ്കിൽ കാശ് കൊടുത്തിട്ടില്ലേ, കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 സ്റ്റാർ ഉണ്ട്. ഈ ഗെയിമിന്റെ പ്രത്യേകത 3 സ്റ്റാർ വേണം ജയിക്കണമെങ്കിൽ മിനിമം. അപ്പൊ 3 സ്റ്റാറിന് കൈജിക്ക് ആവശ്യമുണ്ട്. കൈജിക്ക് 1 സ്റ്റാർ ഉള്ളൂ. 2 സ്റ്റാർ ഇവരെ കയ്യിലുള്ള സ്റ്റാർ കൈജിക്ക് കൊടുക്കണം, എന്നാൽ മാത്രം കൈജിക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചതിക്കും, ഇവർ വീടിന് വേണ്ടി ചതിക്കും കൈജിനെ വീണ്ടും. എന്നിട്ട് ഇവർ അവരുടെ കാര്യത്തിന് പോകും. അപ്പൊ അടുത്തൂടെ അപ്പൂപ്പൻ പറയണ്ടോ ആ ജയിലിൽ കിടക്കുന്നത്, നീ ഒരു പൊട്ടനാണ്, നീ ഇപ്പോഴും നൈവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിയിട്ടില്ലേ, നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രം അവർ നിന്നെ രക്ഷിക്കാൻ വരുള്ളൂ, നിന്റെ സ്റ്റാർ നിനക്ക് തരുള്ളൂ. നീ ഒന്നുമില്ലാണ്ട് തന്നെ പിടിക്കാൻ വന്ന ജയിലിക്ക്, അത് നിന്റെ പൊട്ടത്തരാണ്. അയാളുടെ കുറെ കാശും കുറെ സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് വരുന്നത്. അപ്പൊ അയാൾ ഈ അറിവ് കൈജിക്ക് കൊടുത്തപ്പോ കൈജിക്ക് ഒരു പിടി കിട്ടി. എന്താ കാരണം ആൾക്കാര് മീൻസ് ആളെ രക്ഷിക്കണത് കൈജി രക്ഷിക്കാത്തത്. അപ്പൊ ഇയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ കൈജി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മേത്ത് ഇടിക്കും, ആൾ ഇടിക്കും ആളെ. എന്നിട്ട് അയാളെ പിന്നീട് സ്റ്റിച്ച് ഉണ്ടോ, ആ സ്റ്റിച്ച് കടിച്ച് പൊട്ടിക്കും കൈജി. അതിൽ 2 സ്വർണ്ണ കോയിൻ ഉണ്ടോ, സ്വർണ്ണ മോതിരം ആ സ്വർണ്ണ മോതിരം കൈജി വായിൽ വയ്ക്കും. അതാണ് കളി മീൻസ്. അപ്പൊ ഇയാള് പുറത്തേക്ക് പോകുമ്പോ ഇയാള് വിജയിക്കും, അയാളുടെ കയ്യിലെല്ലാം ഉണ്ടാവുന്നു. പക്ഷെ നോക്കുമ്പോ ലോൺ ഷാർക്ക് വന്ന് ചോദിക്കുമ്പില്ലേ ആ കാശ്, അവർക്ക് മനസ്സിലാവും ലോൺ ഷാർക്കല്ല അയാളെ പുറത്തേക്ക് ഇറക്കാൻ പോണ ഫ്രണ്ട്സുകൾ. അവര് ചോദിക്കുമ്പോ ഇയാളുടെ ഇല്ല പറഞ്ഞ കാര്യം, പക്ഷെ കൈജിയുടെ ഇരിക്കുന്ന അവർക്ക് മനസ്സിലായി. അപ്പൊ കൈജീനെ ഇവർക്ക് പുറത്തേക്ക് ആക്കേണ്ടി ആ ഒരു അവസ്ഥ വരാണ്. കൈജി അതൊന്ന് രക്ഷപ്പെടും ആ ജയിലിൽ നിന്ന്. എന്നിട്ട് ആ കൂട്ടുകാരനെ ടെൻഡി കൊടുക്കും, എന്നിട്ട് അവരെ വെറുതെ വിടും. അതിന്റെ ഒപ്പം സൈജിനെ എടുത്തില്ല, ജയിലിൽ വേറെ വ്യക്തി ഉണ്ടോ കറഞ്ഞു നിൽക്കണത്. അയാള് ഗെയിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മനുഷ്യനെ വിശ്വസിച്ചു, കണ്ണടച്ച് വിശ്വസിച്ചു. ആള് പറയണ പോലെ മീൻസ് ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു പ്ലോയ്ക്ക് കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാന്ന് പറയുള്ളൂ. അതുകൊണ്ട് അയാള് മറ്റേ ജയിലിന്റെ ഒരു ചില്ലിന്റെ ഒരു ഭാഗമുണ്ട്, അതിന്റെ ഉള്ളാളെ ഒളിച്ചേക്കുവാള് മീൻസ് ആളെ സ്റ്റാറൊക്കെ കൊടുത്തിട്ട്. എന്നിട്ട് ഭക്ഷണത്തിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഇയാളെ വഞ്ചിക്കും, സാധാരണ മനുഷ്യനെ, പാവ മനുഷ്യനെ. അയാൾ എന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകും മീൻസ് ജയിച്ചിട്ട്. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സ്റ്റാർ വേണം, പിന്നെ എല്ലാ കാർഡ്സും ജീവിതകളാണ്, മനസ്സിലായി. പക്ഷെ 1 സ്റ്റാറിന്റെ ഇനി കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാം ബാക്കി 2 സ്റ്റാർ. അപ്പൊ നീ രക്ഷപ്പെടും, നീ മറ്റേ മരണത്തേക്ക് പോയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ 3 സ്റ്റാർ മിനിമം അത്യാവശ്യമാണ് ബേസിക്കലി. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് കാശ് കൊടുത്തിട്ട് 3 സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ നീ മരണത്തേക്ക് പോകും, അല്ലെങ്കിൽ നീ പട്ടിപ്പണിക്ക് പോകും, സ്ലേവ് ആയിട്ട് പോകും. ഇതാണ് ഗെയിം. കുറച്ച് ഹാർഷ് ഗെയിമാണ്, പക്ഷെ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയോട് ഡെപ്റ്റ് ക്ലിയർ ചെയ്യാം എന്ന് പറയുമോ. അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത ബേസിക്കലി. എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ദിവസം ഇത് വിജയിച്ചതിന് ശേഷമില്ലേ, വിജയിച്ചതിന് ശേഷം റിഗ്ഗിയാണ് ആൾക്കാർ. മീൻസ് കാശുള്ളവൻ എപ്പോഴും റിഗ്ഗിയും. നിങ്ങൾ ആലോചിച്ച് നോക്കും, മറ്റവന്റെ കയ്യിൽ $10 മില്യൺ ആണെങ്കിൽ അവൻ എങ്ങനെയും $10 മില്യൺ മുഴുവൻ അവന്റെ കയ്യിൽ എത്തിക്കാനാണ് അവൻ നോക്കുക, മനസ്സിലായി. മീൻസ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ റിഗ്ഡ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നൈവാ വരുന്നത്. ഇതാണ് കൈജിക്ക് പറ്റി തുടക്കത്തിൽ. കൈജി നൈവായിട്ട് ഒരു ചെക്കനെ രക്ഷിക്കാൻ പോകും. ആ ചെക്കൻ പറയണ പോലെ കളിക്കും. എന്നിട്ട് എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കൻ അവസാനം ചതിക്കും, കാർഡ് മാറ്റി. മീൻസ് ഡെക്ക് ഓഫ് കാർഡ്സിന്റെ ഒരു ഗെയിമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡെക്ക് ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ റോക്ക് പേപ്പർ സീസർ. ആ ഇയാളോട് പറയും നമ്മളെല്ലാവരും ഒരുമിച്ച് റോക്ക് പേപ്പർ സീസർ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർഡ്സിന്റെ എണ്ണം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിക്കുക. പക്ഷെ അവസാന ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ചതിക്കും, അയാൾ വിശ്വസിച്ച് പോകും ഈ വ്യക്തിനെ. ആൾക്ക് വേറെ റോക്ക് പേപ്പർ വരുമ്പോ അയാൾ സിസറും മറ്റേ പേപ്പറും അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കും. അയാളുടെ സ്റ്റാർ ആളുടെ കയ്യിൽ വയ്ക്കും. അപ്പൊ കൈജി വീണ്ടും വിടും. പക്ഷെ കൈജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ എക്സെപ്ഷൻ അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങളൊക്കെ അയാൾക്ക് അനുകൂലമായില്ലെങ്കിൽ ആളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഫുൾ പ്രോബിലിറ്റീസും കാൽക്കുലേഷൻസും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആള് എങ്ങനെയെങ്കിലൊക്കെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. ഫുൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് അത് കഴിവുണ്ട്. പക്ഷെ ആരും കാണില്ല എന്നത്ര കഴിവ്. പിന്നീട് മനസ്സിലാൾക്ക് നല്ല കഴിവുണ്ടെന്ന്. ആൾ ടൂർണമെന്റ് രക്ഷപ്പെടും. പക്ഷെ ടൂർണമെന്റ് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടും ആൾക്ക് വലിയ മെച്ചമുണ്ടായില്ല. എന്നാലും ആൾ കടത്തിൽ തന്നെയാണ്. ഇതിന്റെ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഫുൾ ടൈം കടത്തില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തൊട്ടിട്ട് അവസാനം വരെ ആൾ കടത്തില്ല. ഒരു സമയം പോലും ആൾ കടത്തിലല്ലാത്തില്ല. അവ സീസൺ 1 ആൾ കടത്തില്ല, സീസൺ 2 കടത്തില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് നേരിടുന്ന വില്ലനുണ്ട്, മീൻസ് ആന്റാഗണിസ്റ്റ്. ആളുടെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു സാഡിസ്റ്റ് ആണ്, മനസ്സിലായി.
സാറ്റിസ്ഫൈ ആവാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ബിട്രേ ചെയ്തു. അയാളുടെ മീൻസ് അയാൾ കാശ് കൊടുത്ത ആൾക്കാരൊക്കെ മീൻസ് ആളെ ബിട്രേ ചെയ്യല്ല, ആളെ ബിട്രേ ചെയ്യാൻ മാത്രമല്ല ആളെ പുച്ഛിക്കായിരുന്നു അവര് കാശ് എടുക്കുമ്പോ. താങ്ക്സ് ഇട്ടാ പൊട്ടാന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയാണ്. കാശൊക്കെ എടുത്തിട്ട് അവരവരുടെ വഴിക്ക് പോകും കാശ് എടുത്തിട്ട്, എന്നിട്ട് അവർ തിരിച്ചു തരില്ലേ കാശ്. അതുകൊണ്ടുള്ള ഒരു ദേഷ്യം കാരണം, ഈ മോക്കിങ്ങും കാശ് എടുത്ത് പെറ്റിച്ചുകൊണ്ട് പോണ ഒരു ദേഷ്യം കാരണം ആളെല്ലാവർക്കും നല്ല പണി കൊടുക്കും. മനസ്സിലായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം ആൾക്ക് കിട്ടും ആൾക്കാർ സഫറിങ്ങില്, പ്ലഷർ ഉണ്ട് ഡ്രൈവ് ചെയ്യും ആൾക്കാർ സഫറിങ്ങിൽ. ഇതാണ് ഹയോഡോ അല്ലെങ്കിൽ ബോസിന്റെ സ്വഭാവം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സഫറിങ്, അയാൾ പറയുന്നുണ്ട് അയാൾക്ക് ഷെൽട്ടറും പവറൊക്കെയാണ് കാണുന്നത്, പക്ഷെ അയാൾ അടിസ്ഥാനപരമായ അയാൾക്ക് പ്ലഷറാണ് ആൾക്കാർക്ക് ഇഷ്ടം, ആൾക്കാർ സഫറിങ് കിട്ടുന്ന പ്രഷർ. ഹൈജീന്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടാഗണിസ്റ്റ്, ഇതാണ് കോൺഫ്ലിക്റ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വിശ്വസിക്കുന്നത് വേറെയും, ആന്റാഗണിസ്റ്റ് നേരെ ഓപ്പോസിറ്റ് എന്ന് വിശ്വസിക്കുന്നത്. ആശയപരമായി അങ്ങനെയാണ്. എന്റെ ഒരു കാശല്ല ഇമ്പോർട്ടന്റ്, വേറെ വേറെ കുറെ കാര്യങ്ങളാണ്. ആന്റാഗണിസ്റ്റ് അല്ലെങ്കിൽ ഹയോഡോയുടെ താല്പര്യം സഫറിങ് ആണ്, മീൻസ് ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന സഫറിങ്. പിന്നെ അവര് ഡിസൊബേ ചെയ്യാൻ നോക്കി, അവര് ബെക്ക് ചെയ്യാൻ നോക്കി ഫോർഗീവ്നെസ്സിന്, അതിന് ആളൊരു ഇത് വെക്കും ബേസിക്കലി, ആ പണിഷ്മെന്റ് മീൻസ് അവർ പ്രൂവ് ചെയ്യണം ആ പണിഷ്മെന്റ് ഏറ്റെടുത്തിട്ട്. ചിലപ്പോ മരിച്ചു എന്നൊക്കെ വരും, പക്ഷെ ആൾ പറയുന്ന കണ്ടീഷനിൽ അവർ ചെയ്താൽ മാത്രം അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മീൻസ് ബെഗിങ് ഒന്നും ആൾക്ക് വലിയ താല്പര്യമില്ല, മീൻസ് അവർ മോക്ക് ചെയ്യാന്നാണ് ആളുടെ വിചാരം. അങ്ങനെ കുറെ പേര് ചിന്തിക്കുന്നുണ്ട്, മോഡേൺ ക്യാപിറ്റലിസ്റ്റിലൊക്കെ പൊട്ടനായിരിക്കാനുള്ള ഒന്ന് ചിന്തയുണ്ട്. കാശ് കൊടുത്ത് സഹായിക്കുമ്പോഴൊക്കെ പൊട്ടനാടാ എന്ന് പറയും, കരുതിയാന്നൊക്കെ പറയും കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു വിചാരമുണ്ട് ബേസിക്കലി കുറെ ആൾക്കാരുടെ കയ്യിലുണ്ട്. പക്ഷെ ഖൈജി ദ അൾട്ടിമേറ്റ് സർവൈവർ ഓർ ഖൈജി അങ്ങനെയല്ല സ്വഭാവം. അയാൾക്ക് കാശൊന്നല്ല, അത് പ്രൂവ് ചെയ്യുന്നുണ്ട് എപ്പോഴും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോഴും അയാളുടെ തിക്സ് മുന്നിലേക്ക് വിട്ടുകൊണ്ടിരും പ്രിൻസിപ്പിൾസും. ഇത് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് മറ്റേ ഹയോഡോയുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൈജി പോണ വഴി അയാളുടെ കൂട്ടുകാരെ രക്ഷിക്കും, അയാളുടെ ജീവിതം മാറ്റി വെച്ചിട്ട് കൂട്ടുകാരെ രക്ഷിക്കും, അവരെ ഫോർഗീവ് ചെയ്യും. പിന്നെ വീണ്ടും ഇങ്ങനത്തെ ട്രാപ്പിൽ അടുത്ത സെഷനിൽ അടുത്ത ഘട്ടത്തിൽ മീൻസ് ഗെയിമിന്റെ നെക്സ്റ്റ് ലെവലിൽ അയാൾ മുമ്പ് രക്ഷിച്ച കൂട്ടുകാരന്റെ പ്രോമിസ് ആള് പിന്നത്തെ ഗെയിമിൽ ആള് നിറവേറ്റും ബേസിക്കലി. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കൈജി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഫസ്റ്റ് ആ ഗെയിമിംഗ് ടൂർണമെന്റിൽ പോകുമ്പോൾ ഒരു വ്യക്തിനെ കണ്ടുമുട്ടും, ഒരു ചതിക്കപ്പെട്ട വ്യക്തിനെ ജയിലിൽ കണ്ണാടയിൽ. ആള് ഭയങ്കര നൈവായിട്ട് പോയി, അതുകൊണ്ട് ആ വ്യക്തിനെ രക്ഷിക്കും. കൈജി പുറത്ത് ജയിലിക്ക് ഇറങ്ങുമ്പോ ആള് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 സ്റ്റാർ ഉണ്ട് കൂട്ടുകാരുടെ സ്റ്റാർ, അത് എടുത്തിട്ട് മറ്റേ ആളെ രക്ഷിക്കും. അയാള് രണ്ടാമത്തെ ടൂർണമെന്റിൽ വരും. ആ വ്യക്തി ആ ടൂർണമെന്റ് രക്ഷപ്പെടാൻ ആൾക്ക് പറ്റില്ല, കാരണം വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ്, ആൾക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റില്ല. പിന്നെ ആൾക്ക് പേടി ആൾ മരിച്ചു പോകുന്നു, മീൻസ് ആൾക്കറിയാം ആൾക്ക് ഇനി അധികം ആയില്ലാന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് വലിയ കടമുണ്ട്, പിന്നെ ആൾക്ക് ഭാര്യനെയും കുട്ടികളെ നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. മീൻസ് ഒരു മോനുണ്ട് ആൾക്ക്, ആളെ നോക്കണം എന്ന് ആൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾക്ക് അയാളുടെ വിൽ പവർ ഇല്ല ഇനി മുന്നോട്ട് നീങ്ങാൻ, അത് വയ്യാണ്ടായി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളിപ്പോ ഒരു പൈപ്പിന്റെ മുകളിൽ, പൈപ്പ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, സ്റ്റീൽ ബാറിന്റെ മുകളിൽ കൂടെ നടക്കണേ. അതാണ് 2ാം ഘട്ടത്തിലത്തെ മീൻസ് മിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗാംബ്ലിംഗ് ടൂർണമെന്റിലുള്ള മീൻസ് അവരുടെ മിഷൻ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട കാര്യം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ബാറിന്റെ മുകളിൽ കൂടെ നടന്നിട്ട് അപ്പുറത്തെ സെക്ഷനിൽ എത്തണം, മീൻസ് അപ്പുറത്തെ സൈഡിലെത്തണം. മീൻസ് ഭൂരിഭാഗം ആൾക്കാരും മരിക്കും, കൈജി ഒഴികെ എല്ലാവരും മരിക്കും. കൈജിയുടെ അടുത്ത് കൂട്ടുകാരൻ വരെ മരിക്കും, അയാളൊപ്പാണ് കൈജി വർക്ക് ചെയ്യുക മീൻസ് ഷോപ്പിൽ. ആള് വരെ മരിക്കും. ആള് നല്ല ടാലന്റഡ് ഉള്ള ഒരാളാണ് മീൻസ് ഈ പരിപാടിക്ക്, മീൻസ് ഈ ഒബ്സർവേഷനിലും പെട്ടെന്ന് പ്രോബിലിറ്റിയിലൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ട് ആൾക്ക്. മീൻസ് പെട്ടെന്ന് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്വഭാവം. ഇയാൾ വരെ മരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര ടയേർഡായിരിക്കും ഈ ബാറിന്റെ മുകളിൽ കൂടെ നടന്നിട്ട്, ഈ തണുപ്പ് കാറ്റ് കൊണ്ടിട്ട് രാത്രി സമയത്ത് വീണ് കഴിഞ്ഞാൽ മരിക്കും. ഭയങ്കര അലേർട്ടായിട്ടിരിക്കണം, പേടി വരും, മീൻസ് മരണത്തിന്റെ ഒരു പേടി അത് എപ്പോഴും അവരെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും അവരൊപ്പം. അപ്പൊ ഇയാളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അപ്പുറത്തെ സൈഡിലെത്തും, മീൻസ് കൈജിയുടെ കൂട്ടുകാരൻ അപ്പുറത്തെ സൈഡിലെത്തും. ബാക്കിയുള്ളവരൊക്കെ മരിച്ചു, ഓബിയസ്ലി എല്ലാവരും വീണ് പോയി അടിക്ക്. ഈ കൈജിയുടെ കൂട്ടുകാരൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് വിജയിക്കും. ഇതായിരുന്നു ഓപ്പണിങ്, മീൻസ് ഈ ഡോർ കിടന്ന കഴിഞ്ഞു ഗെയിം. പക്ഷെ ആ ഡോർ തുറക്കുമ്പോ കാറ്റിന്റെ ഉള്ളിലത്തെ കാറ്റ് വന്നിട്ട് ഇയാള് പിന്നോട്ട് പോയി ഇയാള് മരിക്കും, മീൻസ് കാറ്റിന്റെ സ്പീഡ് കാരണം. സൈഡിൽ സത്യത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, ആ വഴി കൂടെ പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ കൈജിയുടെ കൂട്ടുകാരനെ അത് അറിയണ്ടായിരുന്നില്ല, ആള് ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു. പക്ഷെ ഇതിന് തൊട്ട് മുമ്പ് ഒരു ഇവന്റ് നടന്നിരുന്നു, അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈജി മുമ്പ് രക്ഷിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആ ജയിലിൽ കിടക്കുമ്പോഴുള്ള ഒരു വ്യക്തി, ലാസ്റ്റ് ജയിലിൽ കിടക്കുമ്പോൾ ആ വ്യക്തി എടുത്തൊരു പ്രോമിസ് മേക്ക് ചെയ്യും. ആള് മരിക്കുന്നേക്കാട്ട് മുമ്പ് ആളുടെ മോനെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മോനും ആളുടെ ഭാര്യയ്ക്കും നല്ല കാശ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ആള് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോമിസ് കൈജി ഏറ്റെടുക്കും. എന്നിട്ട് ഏറ്റെടുത്തിട്ട് കൈജി അവിടുന്ന് രക്ഷപ്പെടും, മീൻസ് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. മീൻസ് ആൾക്ക് മനസ്സിലായി സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന്, ബാക്കിയുള്ളവർക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ കൈജി കാശിന് മേലെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആളുടെ കൂട്ടുകാർക്ക്.
അല്ല, ആള് മുമ്പ് പ്രോമിസ് ചെയ്ത ആൾക്കാരുടെ അടുത്തായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് കൈജി കളിക്കുന്നത് മുഴുവൻ. എന്ന് വെച്ചാൽ കൈജി ഇഷ്ടപ്പെടണില്ല ഈ ഗെയിം, ഈ ട്രച്ചറസ് ഗെയിം. കൈജി വെഞ്ചൻസിന് പോവാ. മീൻസ് ആള് വെഞ്ചൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ചെയർമാൻ ഹീവോട്ടോ, ഒരു സാഡിസ്റ്റ് മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉപദ്രവിക്കും പ്ലഷറിന് വേണ്ടിയിട്ട്. അത് അതിൽ പറയുന്നുണ്ട് ടൂർണമെന്റിലെ അവസാനം, സീസൺ 1 അവസാനം പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയർമാന്റെ സ്ട്രെയിറ്റ് അടിയിൽ നിൽക്കുന്ന ഒരാളുണ്ട്. അയാളായിട്ടായിരുന്നു ഫൈറ്റ് അവസാനത്തെ മീൻസ് ഗെയിം കളി. അയാളെ തോപ്പിച്ചതിന് ശേഷം ആള് പറയുന്നുണ്ട്, മീൻസ് അയാളോട് മാപ്പ് പറയാൻ പറയും. ഈ ചെയർമാന്റെ തൊട്ടടിയിൽ നിൽക്കണ ഒരു ബോസ് ഉണ്ട്, അയാളോട് മാപ്പ് പറയാൻ പറയും. കാരണം ഇത്രയും ആൾക്കാർക്ക് ഒന്നില്ലേ, എന്റെ ഫ്രണ്ട്സിനെ കൊന്നു, അപ്പൊ നീ ഇവിടുന്ന് മാപ്പ് പറയണം. അപ്പൊ ചെയർമാൻ പറയും, മീൻസ് അതൊന്നും പോരാന്ന്, അവൻ മോക്കിയാണ് ഇതിന്റെ ഉള്ളിൽ, അപ്പൊ പ്രോപ്പർ പണിഷ്മെന്റ് കൊടുക്കണം അവന്, എന്നാൽ മാത്രം കാര്യമുള്ളൂ. എന്നാൽ നമ്മൾക്കൊരു സെൽഫ് എവിഡന്റ് ആയി ഇവന് പണിഷ്മെന്റ് കിട്ടിയെന്ന്. പിന്നെ അവന്റെ ഉള്ളിലത്തെ മോക്കിങ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, അവൻ കഴിഞ്ഞു പോയാലും. മീൻസ് അതാണ് അവരുടെ പണിഷ്മെന്റ്. ആളോട് ഒരു തീപാദത്തിന്റെ മുകളിൽ നിൽക്കാൻ പറയും. എന്നിട്ട് അവിടെ നിന്നിട്ട് ആള് നെറ്റിയില്ല, ആ തീപാദത്തിന്റെ മുകളിൽ മുട്ടിക്കണം. എന്നിട്ട് ഒരു 10 സെക്കൻഡ് നിൽക്കണം. അത് കരിഞ്ഞ് ഇതാവും. എന്നിട്ട് ആളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. മനസ്സിലായി? എന്നിട്ട് ഗെയിമിന്റെ പേര് വീക്കാർഡ് എന്നാ കേട്ടോ. വീക്കാർഡ് അച്ചക്കാർഡ്. മീൻസ് ഗെയിം വളരെ സിമ്പിൾ ഗെയിമാണ്. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 തരം കാർഡുകളുണ്ട്. എന്ന് വെച്ചാൽ എംപറർ, സ്ലേവ്, സിറ്റിസൺ. എംപററിന് സ്ലേവിനെ തോപ്പിക്കാൻ പറ്റില്ല, സ്ലേവ് എംപററിനെ തോപ്പിക്കും. അതാണ് ഈ കളിയുടെ പ്രത്യേകത. സിറ്റിസണിന് സ്ലേവിനെ തോപ്പിക്കാം, എംപററിന് സിറ്റിസനെ തോപ്പിക്കാം. ഇതാണ് ഗെയിമിന്റെ പ്രത്യേകത. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലേവിന് എപ്പോഴും എംപററിനെ കൊല്ലാം. അത് അങ്ങനെയാണ് ഈ ഗെയിം വെച്ചേക്കുന്നത്. പിന്നെ കാര്യം മനസ്സിലാക്കണം, ഗെയിം മുഴുവൻ റിഗ്ഡാ. വെച്ചിട്ടുണ്ടെങ്കിൽ $100 million റിവാർഡും $20 million റിവാർഡൊക്കെ പറയും അവര്. പക്ഷെ കാര്യം മനസ്സിലാക്കണം, അതൊക്കെ അവരുടെ ഓഡ്സിലാണ് അവർ വെക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടാണ് അവർ വെക്കുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. കൈജി മനസ്സിലാക്കും, കൈജി എന്തൊക്കെ രീതിയിൽ മനസ്സിലാക്കാൻ പറയും. കൈജിക്ക് ഈ മിഷനിലില്ലേ, ഈ ഗെയിമിൽ തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ ചെവി പോകും. മനസ്സിലായ? ചെവി പോണ കേസ് കേട്ടാണ്. എന്നിട്ടും അയാള് ആ ഗെയിം ജയിക്കും. എങ്ങനെ ആള് ചെവിയുടെ ആ ഭാഗം തന്നെ മുറിച്ച് കളയും. ആ ചെവി തുളയ്ക്കണ മെഷീൻ ഉണ്ട്, ആ മെഷീന് ആളെ എങ്ങനെ കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഉള്ളിക്ക് പോയിട്ടില്ല, ആള് ഇങ്ങനെ ചെവിനെ മുറിച്ച് കളയും. അങ്ങനത്തെ ഒരു പരിപാടിക്ക് ആള് ചെയ്യണായി. മീൻസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബോസിന്റെ അടിയിൽ നിൽക്കുന്ന ആളെതിരെ ആള് ഭയങ്കര കഷ്ടപ്പെട്ടു. ബോസിന്റെ അടിയിൽ നിൽക്കുന്ന ആള് പറയും എനിക്ക് ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ കൈജിക്ക് ഭയങ്കര സംശയം, ഫീലിങ്സ് അതെങ്ങനെ മനസ്സിലാക്കാന്ന്, റീസണിങ്ങിന് അപ്പുറം പോകണമെന്നൊക്കെ പറയുള്ളൂ. അതെങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കും ആള്. അപ്പൊ കൈജിക്ക് ഒരു പിടി കിട്ടി എന്താ പരിപാടിന്ന്. കാര്യം അത് ഇടാണ്. അയാളുടെ ചെവിയുടെ മുകളിൽ സെൻസർ ഉണ്ട്. ആ സെൻസർ ബ്ലഡ് പ്രഷർ മറ്റേതൊക്കെ അനലൈസ് ചെയ്യും. ഇവിടെ ആളുടെ വാച്ചിന്റെ മുകളിൽ ബോസിന്റെ അടിയിൽ നിൽക്കുന്ന ആള്. അപ്പൊ കൈജിക്ക് പിടി കിട്ടിയപ്പോ ആൾക്ക് മനസ്സിലായി. പിന്നെ ആളുടെ കളികൾ തുടങ്ങി. കൈജിയുടെ എക്സെപ്ഷണൽ തിങ്കിങ്, മറ്റേ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, അത് വെച്ചിട്ട് ആള് ബോസിന്റെ അടിയിൽ ആളെ തോപ്പിക്കും. എന്റെ ബോസിന്റെ ഒപ്പം ഒരു ഫൈറ്റ് വരുന്നുണ്ട് ഇതിനൊക്കെ ശേഷം. അതിൽ ബോസ് ജയിക്കും, മീൻസ് ഹയോടെ ജയിക്കും. ഹയോടെ ജയിക്കുന്നത് സിമ്പിൾ ആണ്. അയാൾ ഗെയിം കൈജി ചെയ്യണ ഗെയിം തന്നെ. കൈജി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെവി മുറിച്ച സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് കുറെ ബോക്സുകൾ ഉണ്ട്. ആ ബോക്സുകളുടെ ഉള്ളിൽ ഓരോ പേപ്പറുകൾ മുറിച്ച് അതിന്റെ മുകളിൽ ഓരോരോ ചിഹ്നങ്ങൾ വരയ്ക്കും. വട്ടം ചിഹ്നം ലോട്ടറി ഈ ചിഹ്നങ്ങളൊക്കെ മീൻസ് ആള് ബോക്സിലിടും. പക്ഷെ വട്ടം ചിഹ്നമുള്ള സാധനമില്ലേ, ആളത് ബോക്സിന്റെ അടിയിൽ ഒരു കുഞ്ഞു ഓട്ടിയില്ല, അതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. അത് അപ്പൊ ആള് കുറെ ബോക്സുകൾ എടുത്ത് വെക്കും. ചില ബോക്സുകളൊക്കെ മീൻസ് പറ്റാത്ത ബോക്സുകളൊക്കെ മാറ്റി വെക്കും. അവരോട് ആളെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ, അവരെ കൊണ്ട് പറഞ്ഞിട്ട് മാറ്റി വെക്കും. എന്നിട്ട് കൈജി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഈ കൂട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് റൗണ്ടില് മീൻസ് സെക്കൻഡ് ക്യാമ്പിംഗ് ടൂർണമെന്റില് ഫസ്റ്റ് റൗണ്ട് ഉണ്ട്, സെക്കൻഡ് റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തോറ്റ ആൾക്കാരുണ്ട്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ബാറിന്റെ മുകളിൽ നടക്കണം. പക്ഷെ അത്ര ആഴില്ല. ഇല്ലാത്തൊരു മിഷനാണ് ബേസിക്കലി. അപ്പൊ കിടക്കുന്നവർക്ക് മാത്രമേ അടുത്ത മിഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ കുറെ ആൾക്കാരൊക്കെ വീണ് അതിന്റെ മുകളിൽ കാലം കൈയോടിക്കും. ഇവരാണ് ഇവരെ കൂട്ടുകാർ അവസാനത്തെ മിഷനിൽ, മീൻസ് തേർഡ് മിഷനിൽ, ആ സെക്കൻഡ് ടൂർണമെന്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ബേസിക്കലി തുടക്കത്തിലുള്ള മിഷനിൽ അതിലത്തെ ആൾക്കാരുണ്ട്. വീണ് പോയ ആൾക്കാർ, കൈ കാലം ഒടിഞ്ഞ ആൾക്കാരാണ് ഈ ബോസിന്റെ ഒപ്പം നിൽക്കണത്. ബോസിന്റെ ചുറ്റും മീൻസ് കുറച്ച് ദൂരത്തായി നിൽക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കൈജിപ്പ് ഒരു പ്ലാൻ വെക്കുന്നത്. പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ നൈസായിട്ട് ഈ ലോട്ടറി ടിക്കറ്റ് വെക്കും. എന്നിട്ട് കുറെ എണ്ണത്തിൽ വെക്കും. എന്നിട്ട് ബോസിന്റെ അടുത്ത് ചാലഞ്ച് ഉറപ്പിക്കും. എന്നിട്ട് ചാലഞ്ച് ഉറപ്പിക്കും. ബോസ് പോലെ ഓക്കെ. പക്ഷെ ബോസിന് പിടി കിട്ടി. കൈജി അങ്ങനത്തെ എന്തോ പരിപാടി കാണിക്കേണ്ടത്. അപ്പൊ അതിന്റെ പ്ലാനിൽ പൊളിയാൻ വേണ്ടിയിട്ട് ആളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുട്ടിയിരിക്കണ പേജേഴ്സ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയും. മനസ്സിലായി? കൈജിക്ക് മനസ്സിലായി ആളുടെ പ്ലോയുകൾ വെക്കില്ല കൈജിയുടെ. ഗെയിം തുടങ്ങും. ഗെയിം എന്ന് പറഞ്ഞാൽ വേറെ എന്റെ പണി 3 നിയമങ്ങളുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഡ്രോ വേണമെന്നുള്ള ഒരു നിയമമുണ്ട്. ഞാൻ ആദ്യം എടുക്കും. നീ നല്ല ഗെയിം ഒരു അർത്ഥമുള്ളൂ. നീ ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ അർത്ഥം എന്ന് ചോദിക്കും. എന്തായാലും അവിടെ ഗെയിം തുടങ്ങി വെച്ചിട്ട് അത് തുടങ്ങുമ്പോ ആള് കൈയുടെ ഉള്ളിൽ എടുക്കുമ്പോ ആള് മിസ്സാവും. മനസ്സിലായി? മിസ്സാവും മീൻസ് അയാളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേപ്പറില്, അയാളുടെ ലോട്ടറിയില്
മുകളിൽ ഒരാൾ മാർക്ക് വയ്ക്കും, എന്നിട്ട് ആൾക്ക് കൊടുക്കും. എന്നിട്ട് ആ കൈജി തോക്കും ആ ഗെയിമിൽ. മീൻസ് അയാൾക്ക് എടുക്കാൻ പറ്റില്ല കറക്റ്റ് ലോട്ടറി. അതാണ് അതിൽ പറ്റണത്. തോറ്റു കഴിഞ്ഞ ശേഷം കൈജിട്ട് 4 വിരൽ പോകും. 4 വിരൽ പോകാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ബെറ്റ് വെച്ചിട്ടുണ്ടായി മുമ്പ് 4 വിരൽ വേണമെന്ന്. അപ്പൊ അത് ചെയർമാനാ പറഞ്ഞു. പിന്നെ $100 million കിട്ടും ജയിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ജയിച്ചില്ല. പിന്നെ ആൾ തെരുവിലേക്ക് പോകും. ഒരു ഇത് കിട്ടിയിട്ട് ആൾക്ക് റീകൂപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം. ഈ വിരലുകളും ചെവിയൊക്കെ ആള് വീണ്ടും റീഫിക്സ് ചെയ്യും. അതൊരു ഡോക്ടറാണ് ചെയ്യുക. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്. പിന്നെ സീസൺ 2ലേക്ക് പോകണം. സീസൺ 2 എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഓടി നടക്കണം, ഒളിഞ്ഞൊക്കെ നടക്കണം. അതിന്റെ ഇടയിൽ ലോൺ ഷാർക്കില്ല. ആദ്യം സീസൺ 1 കണ്ട ലോൺ ഷാർക്കിനെ ഇയാൾ കണ്ടുമുട്ടാണ്. അത് ഈ ലോൺ ഷാർക്ക് ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആളെ അണ്ടർഗ്രൗണ്ടിൽ ഇടും. ജീവലം കൊണ്ട് 15-20 വർഷം സ്ലേവ് ലേബറിന്. അവിടെയാണ് കുറച്ച് കൂട്ടുകാരെ കണ്ടുമുട്ടുക. ആ കൂട്ടുകാരൊക്കെ അയാളുടെ ശരിക്കുള്ള കൂട്ടുകാരാവും, ആത്മാർത്ഥ. ഇവരൊക്കെ കൂടിയിട്ടാണ് കൈജി അവിടുത്തെ ഒരു ബോസിനെ പൊട്ടിക്കുക. മനസ്സിലായി? അയാൾ ബ്രിട്ടാണ്. ഈ ഗെയിമിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സീരീസിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് എതിരെ റിഗ്ഡാണ് എല്ലാതും. മീൻസ് അവരെ കയ്യിലാണ് കൂടുതൽ കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാശ് പ്രൊട്ടക്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മളുടെ നിന്ന് കാശ് ഉള്ളതും കൂടി അടിച്ചു മാറ്റാൻ അവർ നോക്കും എല്ലാതും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾക്ക് റിഗ്ഡാന്ന് പറയുമ്പോൾ തിരിച്ചില്ലേ റിഗ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാശും നമ്മുടെ കയ്യിൽ എത്തിക്കണം. മനസ്സിലായി? അവരറിയാൻ പാടില്ല റിഗ് ചെയ്തൊന്നും. അവരെല്ലാവരും അനീതി ഉള്ള കാര്യങ്ങളും ചെയ്യും, എക്സ്പ്ലോയിറ്റേഷനും ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർ റിഗ് ചെയ്തിട്ട് നമ്മുടെ ആ കാശ് നമ്മുടെ കയ്യിൽ എത്തിക്കണം. അതാണ് കളി. അതാണ് നമ്മുടെ റിയൽ ലൈഫിലും നമ്മൾ കാണപ്പെടുന്നത്. ഇതില് പല ആൾക്കാരും ഈ സീരീസിൽ മീൻസ് മരണപ്പെട്ടു പോയ ആൾക്കാരും മരണപ്പെടാണ്ട് പോയ ആൾക്കാരൊക്കെ പറയും മീൻസ് അവനവന്റെ കാര്യം നോക്കുക എന്നാണ് അതിൽ പറയുന്നത്. അവനവന്റെ കാര്യം നോക്കുക, എന്തിനാണ് എത്തിക്സ് വെക്കുന്നത് നോക്കിയില്ലേ. സെക്കൻഡ് ക്യാമ്പിംഗ് ടൂർണമെന്റിൽ തന്നെ ആദ്യത്തെ മിഷനിൽ അങ്ങനെ ഇരുന്നു. ആ ചെറിയ പാറയുടെ മൂടി കൂടെ പോകുമ്പോ മറ്റേ ആളെ ഉന്തിയിടണം, എന്നാലേ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ കൈജി അത് ചെയ്തില്ല. കൈജി പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാം. അതിനാൽ ഡിസ്ക്വാളിഫൈഡ് ആയി. അല്ല, സെക്കൻഡ് ക്യാമ്പിംഗ് ടൂർണമെന്റിൽ ഡിസ്ക്വാളിഫൈഡ് ആയി. പക്ഷെ ബാക്കിയുള്ളവർക്ക് കുന്തിടാനൊക്കെ നോക്കി, കുറെ കുന്തിട്ടും ചെയ്തു. മീൻസ് അവരെ കൈയും കാലം ഒടിഞ്ഞു പോയി. മനസ്സിലായി? പക്ഷെ അവരത്ര മോശക്കാരനായിരുന്നില്ല. അവരാണ് ഈ സെക്കൻഡ് ടൂറിലുള്ള അവസാനത്തെ മാച്ചിലും കാണപ്പെടുന്ന ആൾക്കാർ. അവർ സഹായിക്കും ചെയ്തു കൈജിനെ. അത്ര മോശക്കാരല്ല അവര് പറഞ്ഞ പോലെ. മനസ്സിലായ? മീൻസ് കൈജി ബോസിന്റെ അടിയിലത്താളെ തോപ്പിച്ചപ്പോഴും ആൾക്ക് വലിയ കാശ് കിട്ടിയിരുന്നു. $20 million കിട്ടിയിരുന്നു. കൈജി നിർത്തിയില്ല. കൈജിക്ക് വെഞ്ചൻസ് വേണം. കുറച്ച് ഈഗോ ട്രിപ്പാണ്. കാരണം കാളുടെ കൂട്ടുകാരൊക്കെ ഈ മനുഷ്യൻ, ഈ ഹ്യൂഡോ എന്ന് പറഞ്ഞ ആള് സാഡിസ്റ്റിക് മനുഷ്യൻ പ്ലഷറിന് വേണ്ടിയിട്ട് കൊന്നു കളഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കണം. കൈജിക്ക് കാശല്ല താല്പര്യം. കൈജിയുടെ കൂട്ടുകാരുണ്ട്. മീൻസ് കൂട്ടുകാർ രക്ഷിച്ച ആൾക്കാരൊക്കെ ഇല്ല, അവരൊക്കെയാണ് വലുത്. അതിന് ഇതിനൊരു തമാശ. തുടക്കം തന്നെ പ്രശ്നം ഉണ്ടാക്കിയത് കൂട്ടുകാരാണ്. പിന്നീട് ആള് പഠിച്ചിട്ടൊന്നുമില്ല. ആള് നൈവാണ് ഇപ്പോഴും. മനസ്സിലായി? ആള് ബ്രോക്ക് വരാൻ തയ്യാറാണ് കൂട്ടുകാർക്ക് വേണ്ടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് ക്യാമ്പിംഗ് ടൂർണമെന്റിൽ ആളുടെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ആള് സെക്കൻഡ് മിഷനിൽ പോകുന്നുണ്ട്. അത് പിങ് പോങ് മെഷീനാണ്. എന്ന് വെച്ചാൽ പിങ് പോങ് മെഷീനെ പൊട്ടിക്കണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പിങ് പോങ് ബോൾസുകൾ ഒരു പിങ് പോങ് മെഷീൻ കൂടെ തന്നെ വീഴും. കുറെ ഉണ്ടോ ഓരോ പിങ് പോണും ഇത്ര 4000 എണ്ണം കൂടെ. അങ്ങനെ അത്ര കണ്ടമാനുണ്ട്. $700 million വർത്ത് പിങ് പോൾസ് ഉണ്ട്. അത്ര അധികം ഉണ്ടായി. ഓരോ പിങ് പോങ്ങും 3 ലെയറിൽ കൂടെ കിടന്നു പോകണം. 3 ലെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ബോളുകൾ മുകളിൽ നിന്ന് വീഴും, ചിലതൊക്കെ സൈഡിലേക്ക് പോകും. ഒരു ലെവർ ഉണ്ടാവും. ആ ലെവറിനെ തുറക്കും ഇറക്കുകയും ചെയ്യും. ആ ലെവറിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് 3 ലെയർ ഉണ്ട്. അതിൽ കുറച്ച് ഓട്ടറുണ്ട്. മീൻസ് ഫസ്റ്റത്തിൽ കുറച്ച് ഓട്ടിട്ടുണ്ട്, സെക്കൻഡിൽ കുറച്ചുകൂടി കൂടുതലുണ്ട്, തേർഡിൽ അതിനെ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അപ്പൊ ഈ ഓട്ടോയുടെ ഉള്ളിൽ കൂടെ ഒരു കടന്നു പോകണം. ഏത് ഓട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഓട്ടുണ്ട്, ലൈൻ വരച്ച ഓട്ടം. അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടന്ന് പോകണം. അത് ഒരിക്കലും ജയിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ കൈജിയുടെ പ്ലാനിങ്ങും എല്ലാതരം ബുദ്ധിപരമായ ശ്രമങ്ങളും മീൻസ് ഭയങ്കര മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ് ആ കാരണം കൊണ്ട് അത് രക്ഷപ്പെടും. മീൻസ് അത് രക്ഷപ്പെടില്ല, തോറ്റതായിരുന്നു. ലാസ്റ്റ് ഒരു മനുഷ്യനിൽ ഇത്രയും കാശ് ഉണ്ടായിരുന്നു. ആ കാശ് വെച്ചിട്ട് അത് രക്ഷപ്പെടാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത് റിഗ് ചെയ്യും ആ മെഷീൻ തന്നെ. കൈജി അവസാനം റിഗ് എന്നല്ല, സാഹചര്യം കറക്റ്റ് ആയപ്പോ ഭാഗ്യക്കില്ല, പ്രോബിലിറ്റിയാണ്, എത്ര ചാൻസ് ഉണ്ട് ഇത് റിഗ് ആവാനേക്ക്. അതൊക്കെ വെച്ചിട്ടുണ്ട്. അവസാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ തന്നെ കേടാക്കുന്ന രീതിയിൽ ആള് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി കൈജി. അപ്പൊ ബോളൊക്കെ ട്രാപ്ഡ് ആയിട്ടില്ലേ, അടിക്ക് പോണ ബോളൊക്കെ ഒരു ഭാഗത്ത് പിന്നെ ക്ലസ്റ്റർ ആയിട്ടിരിക്കും. അതുകൊണ്ട് മീൻസ് ഇറങ്ങിപ്പോയ ബോളുകളൊക്കെ ഇങ്ങനെ മീൻസ് അവരിനെ കൂട്ടി അവസാനം ഓട്ടയുടെ ഉള്ളിൽ കൂടെ കിടക്കാത്ത രീതിയിലായി. കാരണം അവര് ക്ലട്ടർ പിടിച്ചിട്ട്. അപ്പൊ കറക്റ്റ് ഓട്ടയെ കൂടെയാണ് അത് കടന്നു പോകുള്ളൂ. അങ്ങനെ കറക്റ്റ് ഓട്ടയെ കൂടെ കടന്നു പോയ കാരണം ആൾക്ക് രക്ഷപ്പെടാനുള്ള ചാൻസസ് കൂടി. പക്ഷെ എന്നാലും അവരുടെ കയ്യിലും വേറെ റിഗ് ഉണ്ടായി. അവരെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് 3ാമത്തെ സ്ലോട്ടില് 3ാമത്തെ ലെയറിലുള്ള ഓട്ടയിൽ കറക്റ്റ് ഓട്ടയുടെ മുകളിൽ ഒരു എയർ പുറത്തേക്ക് വിടും. ആ കറക്റ്റ് ആ സർക്കംഫറൻസിന്റെ മുകളിൽ കൂടെ. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബോളിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്താ ചെയ്യുന്നത്, വീണ്ടും അയാൾ കുറച്ചുകൂടി കാശ് കിട്ടി. ആ കാശ് കാരനാണ് വീണ്ടും സ്ലോട്ട് മെഷീൻ ഓൺ ആക്കിയിട്ട് ആ കറക്റ്റ് ആ ഓട്ടയിൽ കൂടെ ബോളിൽ ഇങ്ങനെ വിട്ട് അവസാനം കൂടുതൽ ബോളാക്കി കാരണം കൂടുതൽ ബോളാക്കിയിട്ട് മീൻസ് സ്പേസ് കുറയല്ല, കൂടുതൽ പിന്നെ വൈബ്രേറ്റ് ചെയ്യണം. അപ്പൊ ബോളുകൾ കണ്ടമാനം സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കും. ആ സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നീട് കൂടുതൽ ഇത് കാരണം കൊണ്ട് മീൻസ് വൈബ്രേഷൻ കാരണം കൊണ്ട് ഒരു ബോൾ അതിന്റെ അടിയിൽ പോകും.
കറക്റ്റ് ഓട്ടേക്കോടെ അങ്ങനെ അവർ ചെയ്യും. അതിന് 700 മില്യൺ രൂപ 700 മില്യൺ എന്നെ കിട്ടും. അവരെല്ലാവരും ഹാപ്പി. എന്നിട്ടും ആൾ ബ്ലോക്ക് ആവും. കാരണം ഇതൊക്കെ ചെയ്തത് അയാൾ ഫസ്റ്റത്തെ സീസണിലത്തെ ലോൺ ചാർജിന്റെ ഒപ്പമാണ്. ആ ലോൺ ചാർജിന്റെ കൂട്ടവും കൂടിയിട്ടാണ് അയാൾ ചെയ്യണത്. പിന്നെ അയാളെ പുതിയ കൂട്ടുകാരനുണ്ട്, അയാള് കണ്ടുമുട്ടിയത് മീൻസ് ആൾ പുറത്തിറങ്ങിയിട്ട് ആള് ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി. ആൾക്ക് ഇത്ര നിശ്ചിത സമയങ്ങളുള്ളൂ, ഇത്ര 3-4 ദിവസം. ഈ 3-4 ദിവസം കണക്ക് കൂട്ടുന്നത് അയാൾ മുമ്പ് ഉണ്ടാക്കിയ കാശാണ്. മീൻസ് തേർഡ് ഗാംബ്ലിംഗ് ടൂർണമെന്റിൽ ഫസ്റ്റ് മാച്ചിൽ അടുത്തത് കണ്ടമാനം കാശ് ഉണ്ടാക്കി ആൾ റിവ്യൂ ചെയ്തിട്ട് ആ മാച്ച്. അവർ കള്ളക്കളി കളിക്കായിരുന്നു, പക്ഷെ ഡൂഡ് തിരിച്ച് കളിക്കും കള്ളക്കളി. എന്നിട്ട് എല്ലാ കാശ് ആളുടെ കയ്യിലെത്തിക്കും. എന്നിട്ട് അത്ര 70 മില്യനാ എണ്ണം കൂടെ ആളുടെ കയ്യിലുണ്ടായിരുന്നു. ആ എണ്ണം എന്ന് വെച്ചാൽ 4 ദിവസത്തെ കളിയാണ്. കുറക്കെ ആളെ കൂട്ടുകാർക്ക് തിരിച്ചു കൊടുത്തു, ഒരുമിച്ച് നിന്ന് സഹകരിച്ച കൂട്ടുകാർക്ക്. പക്ഷെ അവരൊക്കെ കൈജിക്കുന്നു 4 ദിവസം കളിക്കാൻ ഗെയിം ഈ പിങ് പോൺ. അപ്പൊ എന്നിട്ട് ആള് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് 200 മില്യൺ കിട്ടി. പക്ഷെ എന്താ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോൺ ഷാർക്ക് ഒരു ഊളായിരുന്നു ബേസിക്കലി. അയാള് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചിരുന്നു കളിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇത്ര കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് ഇത്ര കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര 30% വെച്ച് എനിക്ക് തരണം, എത്ര 10 മില്യന്റെ. അപ്പൊ ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അങ്ങനെ ഇരിക്കുന്നൊക്കെ ഇല്ലേ പറഞ്ഞിട്ട് ആൾക്കത്ര 133, 140, $200 മില്യൺ ആണെങ്കിൽ കൊടുക്കേണ്ടി വന്നു. അവസാനം ആളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും മറ്റേതും പ്രിൻസിപ്പളും കൂടിയിട്ട് ആൾ എടുത്തുകൊണ്ട് പോയി. പിന്നെ വേറെ ഒപ്പം നിൽക്കുന്ന വേറെ വ്യക്തി ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടുമുട്ടിയ ഒരു വ്യക്തി, ഏതൊരു ലക്ക് ബൈ ചാൻസ് കണ്ടുമുട്ടിയ വ്യക്തി, ആ വ്യക്തിക്ക് ഇത്ര കാശ് കൊടുത്തു. അവസാനം അയാളുടെ കയ്യിൽ എത്ര 133, 150 മില്യൺ ഉണ്ടായിരുന്നു. അത്രയും ഉണ്ടായിരുന്നു, 200 താഴെയാണ്. ആ കാശ് അയാളുടെ കൂട്ടുകാർക്ക് കൊടുത്തു. പിന്നെ അയാൾ ആദ്യം രക്ഷിച്ചില്ലേ, ഒരു ജയിലില് ചില്ലി ഗ്ലാസ്സിലിട്ടിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ, ആളുടെ ഒപ്പം ജയിലുണ്ടായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പാവ മനുഷ്യൻ കാണാൻ. ആൾ സെക്കൻഡ് ക്യാമ്പിംഗ് ടൂർണമെന്റിൽ തോക്കും. ക്യാമ്പിംഗ് കോമ്പറ്റീഷനിൽ മീൻസ് സെക്കൻഡ് മിഷനിൽ തോക്കുള്ളൂ. മീൻസ് ആള് ഒരു പ്രോമിസ് മേക്ക് ചെയ്യാൻ പറയും. ആളെ കുട്ടികളി പിന്നെ ആളുടെ ഭാര്യയും നോക്കണം, സംരക്ഷിക്കണം. മീൻസ് ആളുടെ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മോനെ. അപ്പൊ ആ മോനെ കണ്ടുമുട്ടിണ്ടായിരുന്നു. മീൻസ് സെക്കൻഡ് സീസണില് മീൻസ് തേർഡ് ഗാംബ്ലിംഗ് ടൂർണമെന്റില്. അതിൽ ആദ്യ കാലഘട്ടത്തില് ആൾ കണ്ടുമുട്ടിയിരുന്നു. ആള് അടിയിൽ പണിയെടുക്കുമ്പോ മീൻസ് അണ്ടർഗ്രൗണ്ടില് കൂലിപ്പണി എടുക്കുമ്പോ. കാരണം വെച്ചാൽ ആൾക്ക് കൂലിപ്പണി ചെയ്താൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അവിടുത്തെ ഗെയിമുകൾ കുറച്ചുകൂടി ഹാർഷാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തോറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബോസിന്റെ ഒപ്പം EMI പോലെ എടുക്കും നമ്മുടെ കാശ്. മീൻസ് ആൾക്ക് ഇപ്പൊ 90,000 എന്നാണെങ്കിൽ 2 മാസത്തെ EMI ഓട്ടോമാറ്റിക്കലി എടുത്തു. എന്നുവെച്ചാൽ 2 മാസം പട്ടിണി ഇറക്കേണ്ട ഒരു അവസ്ഥ പോലെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആൾക്ക്. അവിടെയാണ് ഇയാളെ കണ്ടുമുട്ടുക. ഇയാളെ ആ സമയത്ത് പേടിത്തോണ്ടായിരുന്നു. മനസ്സിലായി, അയാൾക്കൊരു വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ ആള് ആ ടൂർണമെന്റിൽ മീൻസ് തേർഡ് ക്യാമ്പിംഗ് ടൂർണമെന്റ് ഫസ്റ്റ് മിഷൻ വിജയിച്ചപ്പോ ആൾക്ക് പിടികിട്ടി. കൈജീവ സാധാരണ മനസ്സിലാണ്. അതിന് മുമ്പ് ആൾക്ക് പിടിയില്ല. അച്ഛൻ പറഞ്ഞിരുന്നു, മരിച്ചുപോയ അച്ഛൻ. ഈ മരിച്ചുപോയ ആളാരാന്ന് അറിയില്ലെങ്കിൽ അയാളാണ് കൈജിയോട് പ്രോമിസ് ചോദിക്കുന്നത്. കഴിച്ചിട്ടുണ്ടെങ്കിൽ ആള് മറ്റേ സ്റ്റീൽ ബാറിന്റെ മുകളിൽ നിന്ന് വീണ ഒരു വ്യക്തിയാണ്. മീൻസ് കണ്ണട വെച്ചിട്ട് കൂടി ആള് കൈജിയോട് പറയാം ആളുടെ ഭാര്യനെയും കുട്ടിയെയും രക്ഷപ്പെടുത്തി കൊടുക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ കുട്ടിയാണ് ആ സെക്കൻഡ് സീസണിലത്തെ അണ്ടർഗ്രൗണ്ടിലത്തെ മിഷനിൽ മീൻസ് ആ ഫസ്റ്റത്തെ മിഷൻ ഗാംബ്ലിംഗ് ടൂർണമെന്റിലത്തെ ആ മിഷനിൽ കണ്ടുമുട്ടിയ ആ ചെക്കനാണ് ബേസിക്കലി. മീൻസ് ലേബർ ചെയ്യുമ്പോ മീൻസ് കൂലിപ്പണി എടുക്കുന്ന സമയത്ത് അയാൾക്ക് കൈജി 10 മില്യൺ ഞാൻ കൊടുക്കും. അപ്പൊ അയാള് ഹാപ്പിയായി. പിന്നെ കൈജിയുടെ വാക്ക് പാലിക്കുകയും ചെയ്തു. എന്നിട്ട് ഇത് തമാശ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈജി എല്ലാവർക്കും കാശ് കൊടുത്തതിന് ശേഷം കൈജി ബ്രോക്കാവാ ചെയ്യുക. ബ്രോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പൈസയില്ലേ കൈജിയിൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ആ ബോസിന്റെ ഹിയോടോടെ അണ്ടർലിങ് ഹിയോടോടെ എംപ്ലോയി ഉണ്ട്. അയാള് ഇത് കണ്ട് വിഷമിച്ചിട്ടില്ലേ. ആള് പറഞ്ഞു കൈജിയോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊന്നും കൊടുക്കരുതെന്ന് കാശ്. ഇവർക്ക് നിന്റെ കാര്യം നോക്കാം, കാശ് വേണ്ടി നിന്റെ കയ്യിൽ വെക്കുക, സുഖമായി ജീവിച്ചോ, അവരെന്തേലും ആയിക്കോട്ടെ. മീൻസ് കൈജി അതൊന്നും നോക്കിയില്ലേ. കൈജിയുടെ കൂട്ടുകാരാണ് വലുത്. കൈജിക്ക് മീൻസ് ഇന്നലെ കണ്ട കൂട്ടുകാരാണ്. പക്ഷെ അതാണ് പ്രശ്നം. കൈജി വേണ്ട ഈവൺ ഇന്നസെന്റ് ആണ്. പിന്നെ കൈജിക്ക് കാശൊന്നും അല്ല ആവശ്യം. ഫസ്റ്റ് ഓഫ് ഓൾ കാശ് കൈജിക്ക് പുല്ല് പോലെയാണെന്ന് കൈജി പ്രൂവ് ചെയ്തോണ്ടിരിക്കുക എല്ലാ ടൈം ഗെയിം കളിച്ചിട്ട്, ഗാംബ്ലിംഗ് കളിച്ചിട്ട്. എന്നിട്ട് കൈജി ആ കാശ് മുഴുവൻ കൊടുക്കും. എന്നിട്ട് തെരുവിൽ കിടക്കും. അപ്പൊ ഈ എംപ്ലോയി ഉണ്ട് വിഷമത്തില് വന്നിട്ട് കൈജിക്ക് ഒരു 2000 മീൻസ് എത്ര 5000 ഒരു കുറച്ച് 10,000 ഇവിടെ ഈ എന്നെ കയ്യിൽ വെച്ച് കൊടുക്കും. ഇത് വെച്ചിട്ട് നീ ജീവിച്ചോളന്ന്. മീൻസ് ഇത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ കൈജി കണ്ടിട്ട് തല കുഞ്ചിട്ട് എംപ്ലോയിയുടെ അടുത്ത് തല കുഞ്ചി പറയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരെ കാണാൻ പോകും. ആ 10 പേരെ. അപ്പൊ ഇയാള് പറയും ബോസിനോട് പറയരുതെന്ന് പറയും എടുത്തുള്ള ആളോട്. ഇയാൾ കുറച്ച് ഹെഡ് ലെവലിൽ ഡൂഡാണ്. മീൻസ് കുറച്ചും കൂടെ അതോറിറ്റിയുള്ള ഡൂഡാണ്. ഇയാള് പോയിട്ട് കൈജി ഓടി പോയിട്ട് കൂട്ടുകാരുടെ നമ്മൾ മനസ്സിലാക്കാം കൈജിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. സ്കൂളിൽ ഫ്രണ്ട്സ് ഈ കറന്റ് മോഡേൺ ഡേ സ്ട്രക്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മീൻസ് അവർ ഭയങ്കര ഹൈപ്പർ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. മീൻസ് അവർ ഫ്രണ്ടാന്ന് പറയും, എന്നിട്ട് ഒരു പ്രിട്ടൻസിലാണ് വരാം, എന്നിട്ട് അവരുടെ കാര്യം നടത്താനാ വരുന്നത്. അപ്പൊ നമ്മുടെ നൈവിറ്റി കാരണം കൊണ്ട് നമ്മൾ പെടും ചെയ്യും. അതൊക്കെയാണ് ഇവിടെ പറ്റണത്. അപ്പൊ കൈജിക്ക് അങ്ങനെ കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടി.
മീൻസ് ആൾ കാശിനെക്കാട്ടൊക്കെ വലുത് ആൾ കൂട്ടുകാരനാണ് ആൾ പ്രൂവ് ചെയ്യുന്നത്. അത് ആൾ അവസാനം ഓടിപ്പോയിട്ട് ചില്ല് ചെയ്യും 10 പേരുടെ പോകും. കാരണം ആൾ ബ്രോക്കൺ, ആൾക്ക് അവരുടെ കാശ് ചെയ്യാൻ പറ്റില്ല ആരുടെ അടുത്ത്. അപ്പൊ അതാണ് പ്രശ്നം. ഏറ്റവും രസകരമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആൾ കളിക്കുമ്പോൾ ചെക്കൻ ബ്രോക്കായിരിക്കും. എന്താ വെച്ചാൽ വേറെ ആൾക്കാരെ സഹായിക്കാനൊക്കെ നിന്നിട്ടും അല്ലെങ്കിൽ ഗെയിം കാരണം കൊണ്ട് ആൾ പെട്ടുപോണതാ, കടത്തിലായി പോണതാ. പക്ഷെ ആൾ എപ്പോഴും ആളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസും പ്രോബിലിറ്റീസും ഒക്കെ മനസ്സിലാക്കുന്ന രീതികളിൽ എന്ത് ചാൻസ് വരാം അതൊക്കെ ആളുടെ കുറച്ചും കൂടി ബെറ്റർ ആവും. സീസൺ അവസാനിക്കും പിടിക്കും, സെക്കൻഡ് സീസൺ അവസാനം പിടിക്കും, മീൻസ് അവസാനത്തെ ടൂർണമെന്റ് ആവും പിടിക്കും. അത് വിജയിച്ച് കഴിയുമ്പോൾ തന്നെ ആള് വേറെ ലെവലിലേക്ക് നിൽക്കണം, ഗോഡ് ലെവലിലേക്ക് നിൽക്കും. പക്ഷെ എന്നാലും ആള് ഒരു ഹമ്പിളാണ്. ആളുടെ നൈവിറ്റിയും മീൻസ് ഇന്നസെൻസും ആൾക്കാരെ സഹായിക്കുന്ന സ്വഭാവം ഇതൊക്കെ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആണ്. ആ ജാപ്പനീസ് സിസ്റ്റവും നമ്മളുടെ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, നമ്മൾ ജീവിക്കുന്ന സിസ്റ്റം. ഇപ്പോൾ കേരളം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളം പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് സൊസൈറ്റിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ കാര്യം അവരുടെ കാര്യത്തിന് വേണ്ടി ജീവിക്കുക, മനസ്സിലായോ? എത്തിക്സ് ഒക്കെ വെറും ഒരു ബ്രിട്ടൻസിന്റെ മുകളിലാണ്. എത്തിക്സ് ഒക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല കാര്യം. വെറുതെ പറച്ചില് മാത്രമാണ്. അവരുടെ കാര്യം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് ബേസിക്കലി. അതുവരൊക്കെ ഒരു കളിയല്ല എല്ലാവരും. പക്ഷെ കൈജിക്ക് അതൊന്നും താല്പര്യമില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫിഗറാണ് ബോസ് ഹയോഡോ. ബോസ് ഹയോഡോ എന്ന് പറഞ്ഞ വ്യക്തിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിട്ട് ആള് ഫുൾ ട്രോമിയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് സാഡിസ്റ്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കുറെ ചതിച്ചു. അതിന്റെ വിഷമം കാരണം കൊണ്ട് ആള് പ്ലഷർ ഡിറൈവ് ചെയ്യുക അവരുടെ വിഷമത്തിൽ നിന്ന്. മനസ്സിലായി? അപ്പൊ കൈജിക്ക് ഹയോഡോനെ മനസ്സിലായിട്ടില്ല. മീൻസ് ഹയോഡോ ഒരു ഇതൊക്കെ മനസ്സിലായി. കൈജിക്ക് ആളൊരു സാഡിസ്റ്റ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ ഹയോഡോ കൈജീനോട് പറയും നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും, ഉപദേശിക്കും. പക്ഷെ കൈജി എന്ന് പറയും കൈജീനെ കൊല്ലാൻ വന്ന ആളാ. അപ്പൊ കൈജി പറയും നീ ഒരു സാഡിസ്റ്റ് മനസ്സിലാന്നേ എന്നുള്ളൊരു ധാരണയുണ്ട് കൈജിക്ക്. ഹയോഡോനെ അങ്ങനെ തന്നെ ബേസിക്കലി. ഹയോഡോന് വേറെ കാര്യമൊന്നും ഇഷ്ടമൊന്നുമല്ല ഈ സാഡിസം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ നിന്ന് ഉപദ്രവിക്കുക, എന്നിട്ട് അവരുടെ വേദന കണ്ടു നിന്ന് സന്തോഷിക്കുക. പക്ഷെ അയാളൊരു ഫസ്റ്റ് കാലഘട്ടത്തിൽ അത്ര മോശക്കാരനായിരുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, സൂചന. നമുക്കറിയില്ല കൂടുതൽ. പക്ഷെ ആളുകളെ സഹായിക്കാനൊക്കെ നിന്നിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ ആയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആളായി മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കൈജി എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചാൽ എങ്ങനെ പോയി എങ്ങനെയാവില്ല എന്നുള്ള റോള്. അവർക്ക് കാശും കൂടിയല്ല താല്പര്യം. ഹയോഡോന് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അയാൾക്ക് കാശ് അത്ര വലിയ മൂല്യമുള്ള കാര്യമല്ല, മീൻസ് കാശിൽ വീണ ഒരാളല്ലാന്ന്. അപ്പൊ ഹയോഡോന് ഈ കാര്യം ഉള്ളിലുണ്ട് ആ കൈജിനെ കുറിച്ച്. പക്ഷെ ആള് അംഗീകരിക്കുന്നുണ്ട് കൈജി ഒരു എക്സെപ്ഷണൽ ടാലന്റഡ് ആണ്, മനസ്സിലായി? പക്ഷെ കയോഡിയും നിലവിലുള്ള സമൂഹത്തിലെ ആൾക്കാരൊക്കെ ഇല്ലേ, എന്തിനും നമ്മൾ സഹായിക്കണം, നമ്മുടെ കാര്യം നടത്താം, അവൻ ചവിട്ടിയ കാര്യമില്ല. ഇത് കൈജി തന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് സീസണിൽ. ബേസിക്കലി ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. ഫസ്റ്റ് സീസണിന്റെ ഫസ്റ്റ് ഗാംബ്ലിംഗ് ടൂർണമെന്റിൽ പറയുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയില്ലെങ്കിൽ വേറെ ആൾക്കാർ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും കൊണ്ട് പോകും. അപ്പൊ നമുക്ക് കയറണമെങ്കിൽ മുകളിൽ ലാഡറിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എടുക്കണം, അവരെടുക്കണേക്കാട്ട് മുമ്പ്. എന്നിട്ട് അവരെ തള്ളിയിടണം. പക്ഷെ എന്നാലും കൈജി അങ്ങനെ ചെയ്തിരുന്നില്ല. അങ്ങനെ ചെയ്യണം. ഗെയിം കളിക്കുമ്പോൾ പലരുടെ ഓപ്പർച്യൂണിറ്റീസും പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവർ ഉന്തിടാൻ ശ്രമിക്കില്ല. എത്തിക്സ് ഒക്കെ ഇൻടാക്ട് ചെയ്തിട്ട് കളിക്കും. എത്തിക്സ് കൈജിനെ ഭയങ്കര ലിമിറ്റ് ചെയ്യുന്നുണ്ട്, കൈജിനെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക്. പക്ഷെ എന്നാൽ ശരിക്കുള്ള പൊട്ടൻഷ്യൽ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി എത്തിക്സ് വെച്ച് കളിക്കുമ്പോഴാണ്. മീൻസ് അതന്നെ ഒരു ലിമിറ്റാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും രക്ഷിച്ചിട്ട് ആൾക്ക് വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു ടെൻഡൻസി. അപ്പൊ ഇത് അവസാനത്തെ സീസണിൽ ആള് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഈ പരിപാടി, ഈ എത്തിക്സ് വെച്ചിട്ട് വിജയിക്കുന്നത്. ഇത് ഹോയോഡനെ ഇഷ്ടപ്പെടുന്നില്ല. മീൻസ് ആൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, മീൻസ് ഇങ്ങനത്തെ കഴിവുണ്ടെന്ന് ആൾക്കറിയാം. ഹോയോഡനെ അറിയാം. ബേസിക്കലി ആൾക്കറിയാം ഈ കൈജി തിരിച്ചു വരുന്നു ആളെ തോപ്പിക്കാൻ. മീൻസ് ആൾക്ക് ഇഷ്ടമാണ് ആ കാര്യത്തില് കൈജി തിരിച്ചു വരുന്നത്. ഒരു വെറുതെ കോമ്പറ്റീറ്റർ ആണെന്ന് അറിയാം ബേസിക്കലി. ബാക്കിയുള്ളവരുടെ പോലല്ല. ബാക്കി സമൂഹത്തിലെ ആൾക്കാർ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ എന്നിട്ടാണ് ഫുൾ കോമ്പറ്റീഷൻ. വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ കഴുത്തേനെ വെട്ടാന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. സിംബോളിക്കലി എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. കൈജി മൂഞ്ചി തെറ്റിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈവിറ്റി കാരണം. അതുകൊണ്ട് കൈജി പൊട്ടനാണെന്ന് എല്ലാവരും വിജയിക്കുക. കാരണം നൈവിറ്റി കാരണം, ആൾക്കാരെ സഹായിക്കുന്ന സ്വഭാവം കാരണം. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടാണ് കൈജി വർക്ക് ചെയ്യുന്നത്. ആൾ നൈവിറ്റി കൊണ്ടുവന്നിട്ട് ആള് സക്സസ് ആവാം. അപ്പൊ അവർക്ക് മനസ്സിലാവണില്ല ഈ വ്യക്തിനെ, മനസ്സിലായ? അവര് വിജയിക്കേണ്ട അവൻ വീണ്ടും പോയി പെടുന്നു എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നല്ല. അവൻ ബ്രോക്കാണ് സമയത്തും ആൾക്കാരുടെ ഉള്ളൊരു നന്മ ആള് ജനിപ്പിക്കാണ്. അത് കാരണം ആൾക്ക് കാശൊക്കെ എടുത്ത് കൊടുക്കണം കൈജിക്ക് അവസാന സമയത്ത്. എന്നിട്ട് കൈജി കൂട്ടുകാരോടൊപ്പം പോവാണ്, മനസ്സിലായി? ഈ കാരണം കൊണ്ട് ഹൈപ്പർ റിയലിസം കാരണമാണ് ഈ ജപ്പാനിലൊക്കെ ഹിക്കോക്കിമോറിയൊക്കെ കാരണം കൊണ്ട് കുറേയൊക്കെ സൂയിസൈഡ് ചെയ്യണം. അത് മനസ്സിലാക്കണം. ഇപ്പൊ കേരളത്തിലും കാണും, എല്ലായിടത്തും കാണും, മനസ്സിലായോ? മീൻസ് നമ്മള് കാശിന്റെ മൂല്യത്തിക്കാണ് കൂടുതൽ ടെൻഡൻസി കൊടുക്കുന്നത്. മീൻസ് കാശിനാണ് ഏറ്റവും വലുതെന്നില്ല. അത് കാണുന്നുണ്ട് സമൂഹത്തില്. അതിപ്പോ കൂടുതൽ
പ്രാധാന്യം വരുന്നുണ്ട് ആ ഒരു കാഴ്ചപ്പാടിന്. ഞാൻ കണ്ട എല്ലായിടത്തും എനിക്ക് വലിയ താല്പര്യം. എനിക്ക് ആനിമിനോട് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് എതിർപ്പുള്ള ആൾക്കാരെ ഒരാൾ ഫോർഗീവ് ചെയ്തിട്ട് അവരെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന കാലഘട്ടം വരെ. മറ്റുള്ളവരുടെ ശരാശരി സമൂഹത്തിലുള്ള ആൾക്കാരല്ല. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. സമൂഹത്തിലത്തെ ശരാശരി ആൾക്കാർ അവരെപ്പോഴും ഒരു മുഞ്ചിയ അവസ്ഥയാണ്. അവിടെ കേരളത്തിന്റെ ഒക്കെ പോലെ തന്നെ ജപ്പാന്റെ അവസ്ഥ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ തന്നെ. അപ്പൊ നമ്മള് നമ്മുടെ കാര്യം നോക്കാന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, സത്യമാണ്. അത് കൈയും പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ എത്തിക്സ് പ്രിൻസിപ്പിൾസ് വിട്ടിട്ട് നമ്മൾ കളിക്കണില്ല. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ഹയോടെ പോലെ ആളാവുന്ന പറയുന്നത്. കാരണം ഹയോടെ ഒരു നല്ല മനുഷ്യൻ തോന്നുന്നുണ്ട് തുടക്കത്തിൽ. ആൾ ഇവോൾവ് ചെയ്തിട്ടൊരു മോശം മനസ്സിലായില്ലേ. പിന്നെ ഇത് മനുഷ്യന് മുകളിൽ കയറുമ്പോൾ കുറച്ചധികം കാരണം കൊണ്ട് മീൻസ് ആ രീതിയിലെത്തും. മീൻസ് മുകളിൽ പിന്നെ അയാൾ കുറെ തരം ഗെയിംസുകൾ വയ്ക്കും റിഗ് ചെയ്യാൻ. മീൻസ് അവർ ഒരു ഫെയർനെസ്സിന്റെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അതിൽ ഒരു ഫെയർനെസ് ഒന്നും ഇല്ല. അതെല്ലാവർക്കും മനസ്സിലാവും. എങ്ങനെയൊക്കെ കട്ട് ഔട്ട് ചെയ്യേണ്ടതെന്ന് മീൻസ് മറ്റുള്ളതൊക്കെ ആയിട്ട് വെട്ടേണ്ടതെന്നൊക്കെ അവർ പഠിച്ചിട്ടുണ്ടോ. മീൻസ് ഒരു സിംബോളിക് ലെവലിൽ എന്നിട്ടാണ് അവർ മുളിക്ക് കയറുക. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു കാഴ്ചപ്പാടിൽ മാത്രം അങ്ങനെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഈ ആനിയുടെ വ്യത്യാസം വെച്ചാൽ ചാലഞ്ച് ചെയ്യണം ഈ ഒരു വ്യക്തി, ഈ പ്രോട്ടാഗണിസ്റ്റ്. എന്നിട്ട് വിജയിച്ചു പോവാണ്. ഇത് ആനിമാണ് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ആനിമയിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുകയാണ്. മീൻസ് ഇത് പറ്റുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഈ ആളെ ഇഷ്ടം എന്ന് വെച്ചാൽ ആളെ അൺകൺവെൻഷണൽ സ്റ്റൈലാണ്. അയാളെ പ്രിൻസിപ്പിൾസും ആളെ മൊറാലിറ്റികളൊക്കെ ഇൻടാക്ട് ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ആൾ വിജയിക്കുന്നത്. ആൾക്ക് അതൊന്നും വേണ്ട. അങ്ങനത്തെ റോള് ഡിസ്റ്റൻസ് ചെയ്ത് വെക്കും. അങ്ങനത്തെ വൃത്തിയുടെ സാധനങ്ങളൊക്കെ സ്വഭാവത്തിന് ആള് ടെസ്റ്റ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെതിരെ പോരാടും. അങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവത്തിനെതിരെ. എന്നിട്ട് ആള് നിൽക്കുവാണ്. എന്നിട്ട് ആള് വിജയിക്കും. ആണ് ഈ ആനിമൽ സീരീസിന്റെ പ്രത്യേകത. അതെ, അതായത് എനിക്ക് ഇഷ്ടമാണ്. ബേസിക്കലി മറ്റുള്ളവരൊക്കെ പല വൃത്തികളിലും കാണിക്കും. പല വൃത്തികൾ സമൂഹത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് എല്ലാ നേരം നൈവിറ്റി എന്നൊക്കെ ഉള്ള പ്രിട്ടൻസ് ഉള്ളൂ. എത്തിക്സിന്റെ പ്രിട്ടൻസ്, പ്രിൻസിപ്പിൾസിന്റെ പ്രിട്ടൻസ് ഒന്നും ഇല്ല. ശരിക്കും കാര്യമിട്ടായാണ്. മനസ്സിലായി. അവർക്ക് മുകളിൽ കയറുന്നതാണ് ഇമ്പോർട്ടൻസ്. അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. സൊസൈറ്റിയുടെ ഇതിലത്തെ ഫ്ലോയില് പോകും. ബേസിക്കലി അവർക്ക് ശരിക്കും ഇഷ്ടമൊന്നുമില്ല. ആ ഫ്ലോ മാത്രം നിർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നെ അത് മുകളിലത്തെ ആൾക്കാരൊക്കെ റിഗീത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അംഗീകരിച്ച് അവർ കയറും. മറ്റേ തല വെട്ടി മറ്റേ തല വെട്ടി. അതാണ് എല്ലാവരും ഡിസ്റ്റൻസ് ചെയ്യും. പക്ഷെ ഈ കൈജി കണ്ടുമുട്ടിയ ആൾക്കാരെന്ന് വെച്ചാൽ അവസാനം അങ്ങനത്തെ ആളല്ല. അവർ ഗതികെട്ട ആൾക്കാരാണ്. പാവപ്പെട്ട ആൾക്കാരാണ്. ഗതികെട്ട ആൾക്കാരാണ്. അവർക്ക് മനസ്സിലായി ഈ കൺവെൻഷൻ സൊസൈറ്റി കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ അവരുടെ മെയ്ത്. ശരിക്കും എത്തിക്സും മൊറാലിറ്റി ഒക്കെ ഫാർസാണ് അവർക്ക്. ഈ സൊസൈറ്റി കൺവെൻഷനലായിട്ട് ഓടുന്ന ആൾക്കാരുടെ ഇടയിൽ അവർ വെറുതെ പറയാന്ന് മാത്രമേ ഉള്ളൂ. കൈജി ഡിഫറെന്റ് ആണ്. കൈജി പിന്നെ കൈജി കണ്ട കൂട്ടിയ ഫ്രണ്ട്സുകളും അവർ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് കൈജി അവസാനം നല്ലൊരു അവസ്ഥ എത്തി. കാരണം ഏറ്റവും നല്ല അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുടെ ഒപ്പം കൂട്ടുകൂടി നടക്കാന്നായിരിക്കും. ബേസിക്കലി കാശിന് മേലെ. കാശ് ഇമ്പോർട്ടന്റ് ആണ്. കാശിന് ആവശ്യമാണ്. പക്ഷെ അതല്ല ഇവിടുത്തെ മെയിൻ കാര്യം. മനസ്സിലായി. അത് എല്ലാവരുടെ പ്രൂവ്. ഫ്രണ്ട്ഷിപ്പിന്റെ അനിമല്ല എന്നൊക്കെ പറയും. പക്ഷെ അടിസ്ഥാനം പറയുമ്പോൾ അടിയിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പിന്നെ സാഡിസത്തിലൊന്നും പെടാണ്ടിരിക്കുക എന്നുള്ള ഒരു ലെസൺ ഒക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വ്യക്തി മോളിക്ക് കയറുമ്പോൾ ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞ് സാഡിസ്റ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. മീൻസ് മറ്റുള്ളവരെ ഉപദ്രവിച്ച് സന്തോഷം നേടാം. എനിക്ക് കുറെ കാശുണ്ട്, ഞാൻ എല്ലാവരും ഉപദ്രവിക്കും, ഞാൻ രക്ഷപ്പെടണ്ട എന്നുള്ള റോളൊക്കെ. അതിനൊക്കെ മറികടന്നിട്ടാണ് കൈജി വരുന്നത്. എന്നിട്ട് ആൾ കൂട്ടുകാരൊപ്പം പോകും. കുറച്ച് കാശ് വെച്ചിട്ട് അത്രേ ഉള്ളൂ ആനിമൽ. സിമ്പിൾ ആനിമൽ. കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഹ്യൂമൻ നേച്ചർ, മീൻസ് സൊസൈറ്റി എങ്ങനെ റൺ ചെയ്യാണ്, അക്കാഡമിക് സിസ്റ്റം, ഇതിലൊക്കെ റിസംബ്ലൻസ് ഉണ്ട്. പിന്നെ ആ അക്കാഡമിക് സിസ്റ്റത്തിനാണല്ലോ പ്രൊഡക്റ്റാണ് അവർ വരുന്നത്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചതിച്ചിട്ട് മൊറാലിറ്റി പറഞ്ഞ് എത്തിക്സും പറഞ്ഞ് ഒന്നില്ല. ഇവർക്ക് അലി പോലെ ഡ്രാമ കളിച്ച് ജീവിക്കുവരും. ഇതാണ് എനിക്ക് ഇഷ്ടം. കൈജി അൾട്ടിമേറ്റ് സർവൈവർ. ഇതാണ് ഇത് കാരണം കൊണ്ട് എനിക്ക് അൾട്ടിമേറ്റ് സർവൈവർ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോ പറഞ്ഞാൽ